ഇനി ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് കേസ് സ്റ്റഡീസ് ആണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ യുണിക്സിൻ്റെയും അതുപോലെ വിൻഡോസ് NTൻ്റെയൊക്കെ കേസ് സ്റ്റഡീസ് ആണ് നോക്കാനുള്ളത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് സ്റ്റഡീസ് നോക്കാം. ദാറ്റ് മീൻസ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചറും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പോയിൻറ്റ്സ് ആൻഡ്രോയിഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. നമുക്ക് പറയാൻ പറ്റും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിള് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ബേസ്ഡ് ഓൺ എ മോഡിഫൈഡ് വേർഷൻ ഓഫ് ലിനക്സ് കേർണലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനായിട്ടാണ് ആൻഡ്രോയിഡ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഫോർ സ്മാർട്ട് ഫോൺസ് ആൻഡ് അതർ മൊബൈൽ ഡിവൈസസ് ആൻഡ് സച്ച് ആസ് ടാബ്ലറ്റ്സ്. നമുക്കറിയാൻ പറ്റും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ഫോൺസിൽ സ്മാർട്ട് ഫോൺസിൽ മാത്രമല്ല മറ്റുള്ള മൊബൈൽ ഡിവൈസസുകളിലും അതുപോലെ തന്നെ ടാബ്ലറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കി വെക്കേണ്ടത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. അതുപോലെ തന്നെ ഇത് ലിനക്സ് കേർണലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് എന്നുള്ളതും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ഗൂഗിൾ ഹാസ് ഫർദർ ഡെവലപ്ഡ് ആൻഡ്രോയിഡ് TV ഫോർ ടെലിവിഷൻസിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് TV എന്നിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും ഗൂഗിൾ തന്നെയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഫോർ കാർസിന് ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് OS ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വിയർ OSകൾ അഥവാ വാച്ച് പോലുള്ള വിയർ ഗാഡ്ജറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വിയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈച്ച് വിത്ത് എ സ്പെഷ്യലൈസ്ഡ് യൂസർ ഇൻ്റർഫേസ്, ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ഈ ഗൂഗിള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ ഡിവൈസുകൾക്കും ഓരോ ഗാഡ്ജറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ വേരിയൻസ് ഓഫ് ആൻഡ്രോയിഡ് ആർ ആൾസോ യൂസ്ഡ് ഓൺ ഗെയിം കൺസോൾസ്, ഡിജിറ്റൽ ക്യാമറാസ്, PCs ആൻഡ് അതർ ഇലക്ട്രോണിക്സ് അല്ലേ. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ മറ്റു കുറേ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗെയിംസിനൊക്കെ നമ്മൾ ഗെയിം കൺസോൾസിന് അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PCയിൽ ചില അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ മറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസസുകളിലൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന തരത്തിലുള്ള OSകൾ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ആൻഡ്രോയിഡ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ ആൻഡ്രോയിഡ് ഇങ്ക് ആണ്. ഗൂഗിളല്ല ആദ്യം തന്നെ ആൻഡ്രോയിഡ് ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആൻഡ്രോയിഡ് ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആയിരുന്നു. ദെൻ ഗൂഗിൾ അത് വാങ്ങിയിട്ടുള്ളത് 2005 അതെന്ത് ചെയ്യുന്നു, ആൻഡ്രോയിഡ് വാസ് unveiled in 2007 with the first commercial Android device launched in September 2008. അതുപോലെ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ്രോയിഡ് ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2008 സെപ്റ്റംബറിലാണ്. The operating system has since gone through multiple major releases with the current stable version is Android 10 released on September 3, 2019. So എന്താണ് പറയുന്നത്, 2005 ഗൂഗിൾ എന്ത് ചെയ്തു, ആൻഡ്രോയിഡ് ഇങ്കിൻ്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, 2007 എന്ത് ചെയ്തു, ഫസ്റ്റ് ആൻഡ്രോയിഡ് അൺവീൽഡ് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ്രോയിഡ് ഡിവൈസ് ലോഞ്ച് ചെയ്ത് 2008. ഇപ്പോൾ എന്ത് ചെയ്തു, ആൻഡ്രോയിഡ് 10 വരെ എത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 3, 2019 ആൻഡ്രോയിഡ് 10 റിലീസ് ചെയ്തു. ദെൻ എന്താണ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ വേർഷൻസൊക്കെ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ കോർ ആൻഡ്രോയിഡ് സോഴ്സ് കോഡ് is and is primarily licensed under the Apache license. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ സോഴ്സ് കോഡാണ്. ഇത് എന്താണ്, അപ്പാച്ചി ലൈസൻസിൻ്റെ അണ്ടറിലാണ് ഇതിൻ്റെ ലൈസൻസ് പ്രൈമറിലി ഇതിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാച്ചി ലൈസൻസിൻ്റെ അണ്ടറിലാണ്. ഇതിൻ്റെ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആൻഡ്രോയിഡിൻ്റെ സോഴ്സ് കോഡാണ്. സോ ഗൂഗിൾ വാണ്ടഡ് ആൻഡ്രോയിഡ് ടു ബി ഓപ്പൺ ആൻഡ് ഫ്രീ. എന്താണ്, ഗൂഗിളിന് എന്ത് ചെയ്തു, ഈ ഈ ആൻഡ്രോയിഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാരെയാണ് ഈ ആൻഡ്രോയിഡ് എന്ത് ചെയ്തു, ഓപ്പണും അതുപോലെ തന്നെ ഫ്രീ ഒക്കെ ആക്കിയിട്ടുള്ളത്. കോർ ഓഫ് ദ ആൻഡ്രോയിഡ് കോഡ് നോൺ ആസ് ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ്. അതിനുശേഷം അഥവാ ഇങ്ങനെ ഈ ഓപ്പൺ ആക്കിയതിന് ശേഷം ഫ്രീ ആക്കിയതിന് ശേഷം ഉള്ള ആൻഡ്രോയിഡിൻ്റെ ആ കോഡിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ്.
AOSP. അത് റിലീസ്ഡ് അണ്ടർ ദ ഓപ്പൺ സോഴ്സ് അപ്പാച്ചി ലൈസൻസിൻ്റെ അണ്ടറിൽ റിലീസ് ചെയ്തു. വിച്ച് മീൻസ് ദാറ്റ് anyone who want to use Android can do so by downloading the full Android source code. സോ എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ആൻഡ്രോയിഡിൻ്റെ ഫുൾ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിൾ അതിനെ മാറ്റി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ വെൻഡേഴ്സിനാണെങ്കിലും ക്യാൻ ആഡ് ദെയർ ഓൺ പ്രൊപ്രൈറ്ററി എക്സ്റ്റൻഷൻ ടു ആൻഡ്രോയിഡ് ആൻഡ് കസ്റ്റമൈസ് ആൻഡ്രോയിഡ് ടു ഡിഫറെൻ്റ്ലി ദെയർ പ്രൊഡക്റ്റ് ഫ്രം അതേഴ്സ്. എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻഡ്രോയിഡിൻ്റെ സോഴ്സ് കോഡ് എടുത്തുകൊണ്ട് അതിൽ എന്തെങ്കിലും എക്സ്റ്റൻഷൻസൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പുതിയ ഫീച്ചേഴ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള യൂസേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റി എന്നുള്ളതാണ് ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ കേസിലുള്ള വലിയൊരു അഡ്വാൻറ്റേജ്. ദിസ് ഡെവലപ്മെൻറ്റ് മോഡൽ ഹാസ് മെയ്ഡ് ദ ആൻഡ്രോയിഡ് വെരി അട്രാക്റ്റീവ്ലി. ഇങ്ങനെ ഈ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ എന്ത് ചെയ്തു, വളരെ അട്രാക്റ്റീവായിട്ട് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. Then Android has been the best selling OS worldwide on smartphones since 2011 and on tablets since 2013. എന്താണ് നമ്മൾ പറയാനുള്ള കാരണം, ആൻഡ്രോയിഡ് ആണ് എന്ത് ബെസ്റ്റ് സെല്ലിംഗ് OS, ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തിൽ തന്നെ ആൻഡ്രോയിഡ് ആണ്. നമുക്കറിയാൻ പറ്റും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺസാണ്, ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസാണ് ഇപ്പം കൂടുതലായിട്ടും ഇറങ്ങുന്നത്, സ്മാർട്ട് ഫോൺസ്. സോ ഇത് 2013 2011 സ്മാർട്ട് ഫോൺസിൻ്റെ കേസിൽ ഇത് വേൾഡ് വൈഡ് ആയത്. അതുപോലെ തന്നെ ടാബ്ലറ്റ്സിൻ്റെ കേസിലൊക്കെ 2013. As of May 2017, there were over 2.7 billion users for Android compared to the usage base of over 1.4 billion users for Windows and 1.3 billion users for iOS and Mac OS combined. എന്താ പറഞ്ഞിട്ടുള്ളത്, 2017 മെയിലുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2.7 ബില്യൺ യൂസേഴ്സാണ് ആൻഡ്രോയിഡിനുള്ളത് കമ്പയർഡ് ടു മറ്റുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട്. വിൻഡോസിന് ആ സമയത്ത് എത്രയാണുള്ളത്, 1.4 ബില്യൺ ഉള്ളൂ. അതുപോലെ തന്നെ iOSനും Mac OSനും ഒക്കെ ഉള്ളത് എന്താണ്, 1.3 ബില്യൺ ആണുള്ളത്. ആസ് ഓഫ് December 2018, the Google Play Store features over 3.6 million Android apps. അല്ലേ, 2018 ഡിസംബറിൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉള്ള ആൻഡ്രോയിഡ് ആപ്സിൻ്റെ കണക്ക് എത്രയാണ്, 3.6 മില്യൺ ആൻഡ്രോയിഡ് ആപ്സ് അതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അത്രയും ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിൻ്റെ കേസിലുണ്ട് എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് ഹാസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ വേരിയസ് വേർഷൻസ് നമുക്കറിയാവുന്നതായിരിക്കും കുറേ. അതിൻ്റെ കോഡ്, ആൻഡ്രോയിഡ് വേർഷൻ ഏതാണ്, അതിൻ്റെ നെയിം എന്താണ്, റിലീസ് ചെയ്തിട്ടുള്ള ഡേറ്റ്, API ലെവൽ, ആൻഡ്രോയിഡ് റൺ ടൈം ഏതാണ്. ആൻഡ്രോയിഡ് റൺ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഞാൻ ആ ഒരു ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് കേട്ടിട്ടുണ്ടാകും. സോ അത് അതിൻ്റെ ആൻഡ്രോയിഡ് റൺ ടൈമിൽ ഇങ്ങനെ ചേഞ്ച് വരുന്നുകൊണ്ടിരിക്കും ഓരോ റിലീസിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ എത്രയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ടേബിൾ പറയുന്നത്. സോ ആൻഡ്രോയിഡ് വേർഷൻ 2.3 എന്താ, ജിഞ്ചർ ബ്രെഡ് അല്ലേ, അതിൻ്റെ ഫെബ്രുവരി 2011 വന്നിട്ടുള്ളത്, February 9. അതുപോലെ തന്നെ 4 ഐസ്ക്രീം സാൻഡ്വിച്ച് October 19, 2011. API ലെവലൊക്കെ നോക്കുക, ഡാൽവിക്കാണ്. ആൻഡ്രോയിഡ് റൺ ടൈം 0.3% ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ 4.1 ജെല്ലി ബീനാണ് 2019. ഡാൽവിക്ക് തന്നെയാണ് 1.1% ആണ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ജെല്ലി ബീൻ തന്നെ 4.2, ആൻഡ്രോയിഡ് വേർഷൻ 4.2, 4.3 ഒക്കെ ജെല്ലി ബീൻ തന്നെയാണ്. അതിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ടുള്ള റിലീസായിരുന്നു ആൻഡ്രോയിഡിൻ്റെ അതൊക്കെ. ദെൻ 4.4 കിറ്റ്കാറ്റ് October 2013 തന്നെയാണ്, October 31. ഡാൽവിക് ആൻഡ് ART 1.6.0, 7.6% ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു അതിനൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ ലോലിപോപ്പ് കുറേ 2014 കുറേ കാലം നിന്നിട്ടുള്ളതാണ് ലോലിപോപ്പ്. അതിൻ്റെ റൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ART 2.1.0 ആണ്, 3.5% ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ദെൻ മാഷ്മെലോ വന്നു, നൗഗറ്റ് വന്നു. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെയൊക്കെ പേരുകൾ വരുന്ന എന്താണ്, നമ്മളുടെ ആൽഫബറ്റ് ഓർഡറിൽ, ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡറിലാണ്, ABCD എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓർഡറിലാണ് എന്ത് വരുന്നത്, ഇതിൻ്റെയൊക്കെ പേരുകൾ വരുന്നത്. ദെൻ 6 എന്ന ആൻഡ്രോയിഡ് 6ൻ്റെ വേർഷൻ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ്മെലോ ആണ്. ദെൻ 7 നൗഗറ്റ് ആണ്. അതിലൊക്കെ എന്തായിരുന്നു, നിങ്ങൾ റൺ ടൈം ഓർത്ത് വെക്കേണ്ടത് ART ആണ് കേട്ടോ, ART ആണ്. ദെൻ 8 ഓറിയോ ആണ്, 2017 വന്നിട്ടുള്ളത്, ഓറിയോ ഓനോട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ പൈ വന്നു അല്ലേ 9.
അതിൽ 2008 ദെൻ 10 ആൻഡ്രോയിഡ് 10 സെപ്റ്റംബർ 2019 സെപ്റ്റംബർ 3 അതും എന്താണ് റൺ ടൈം ART ആണ് 29th വേർഷനാണ്. ദാറ്റ് മീൻസ് API ലെവൽ 29 ആണ് കേട്ടോ. ഇത്രയാണ് ഒരു ആൻഡ്രോയിഡിൻ്റെ കേസിൽ. ഇതിന് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്കറിയുന്നത് തന്നെയാണ്, പലതും നമുക്കറിയുന്നത് തന്നെയാണ്. ഓരോ Android is open source and freely available manufacturers for customizing. There are no fixed hardware and software configuration. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതെന്താണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓപ്പൺ സോഴ്സും ഫ്രീ ഒക്കെയാണ് എന്നുള്ളതാണ്. അതിനെന്തില്ല ഫിക്സ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ദെൻ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന സം ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. മെസ്സേജിങ് അല്ലേ, നമുക്ക് SMS-ഉം MMS ഒക്കെ വെച്ചിട്ട് നമുക്ക് മെസ്സേജിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടെക്സ്റ്റ് മെസ്സേജിങ് എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ ഓട്ടോ കറക്ഷൻ ആൻഡ് ഡിക്ഷണറീസ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് എൻ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കാൾഡ് ഓട്ടോ കറക്ഷൻ വെൻ എനി വേർഡ് ഈസ് മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡുകളുടെയൊക്കെ എന്ത് ചെയ്യും കറക്റ്റ് ചെയ്തിട്ട് ഓട്ടോ കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡിക്ഷണറീസ് അവൈലബിൾ ആണല്ലേ. നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിക്ഷണറി കിട്ടും നമ്മുടെ ഫോണിലൊക്കെ അല്ലേ. അത് തന്നെയാണ് ഓട്ടോ കറക്ഷനും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. വെബ് ബ്രൗസേഴ്സ് അവൈലബിൾ ആണ് ആൻഡ്രോയിഡിൽ, നമുക്കറിയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ വോയിസ് ബേസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. വോയിസ് സെർച്ച്, ഗൂഗിൾ സെർച്ച് ത്രൂ വോയിസ് എന്താണ് ഉണ്ട്. അത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ ആൻഡ്രോയിഡിൻ്റെ കേസിൽ. അതുപോലെ തന്നെ മൾട്ടി ടച്ചുകൾ. ആൻഡ്രോയിഡ് ഹാസ് നാറ്റീവ് സപ്പോർട്ട് ഫോർ മൾട്ടി ടച്ച് അവൈലബിൾ ആണ്. മൾട്ടി ടാസ്കിങ് അപ്ലിക്കേഷൻസ് മൾട്ടി ടാസ്കിങ് ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഫീച്ചർ, നമുക്ക് സ്ക്രീൻഷോട്ട് അല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രീൻ ക്യാപ്ചർ സ്ക്രീൻ ഷോട്ട് ഫീച്ചർ ആൻഡ്രോയിഡിൻ്റെ കേസിലുണ്ട്. അതുപോലെ തന്നെ TV റെക്കോർഡിങ് ആൻഡ്രോയിഡ് TV സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ വീഡിയോ ആൻഡ് റീപ്ലേയിങ് ഇറ്റ്. അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി ആൻഡ്രോയിഡ് does not support native video calling, but some handsets have customized versions of the operating system that support it. എല്ലാ ആൻഡ്രോയിഡിൻ്റെ കേസിലും വീഡിയോ കോളിംഗ് ഫെസിലിറ്റി ഇല്ല, പക്ഷേ ചില നാറ്റീവ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റി ചില ഹാൻഡ്സെറ്റ്സിൻ്റെ കേസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട്സ് ആൻഡ്രോയിഡിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി built-in text-to-speech is provided by TalkBack for people with low or no vision. അതുപോലെ അതാണ് ആക്സസിബിലിറ്റി. എല്ലാവരിലോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ലൈക്ക് വിഷൻ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കൊക്കെ എന്താണ് ടെക്സ്റ്റ് ടു സ്പീച്ച് ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള ആക്സസിബിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ടെക്നോളജി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത്, CDMA, നമുക്കറിയാം വൈമാക്സ് പോലുള്ള എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ കണക്ടിവിറ്റി ടെക്നോളജീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെതറിങ് നമ്മൾ ചെയ്യുന്നതാണ്. വൈഫൈ ഹോട്ട്സ്പോട്ട് പോലുള്ള ടെതറിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ്. മീഡിയ സപ്പോർട്ടുകളുണ്ട്, പലതരത്തിലുള്ള മീഡിയ MP3 എന്താണ് WebP, അതുപോലെ വേവ്, JPG, PNG, GIF പോലുള്ള പലതരത്തിലുള്ള മീഡിയ ഫോമാറ്റ്സുകൾ നമ്മൾ ആൻഡ്രോയിഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീമിംഗ് മീഡിയ സപ്പോർട്ട്സും നമ്മളുടെ കേസിലുണ്ട്. HTTP പോലുള്ള സ്ട്രീമിംഗ് എന്താണ് മീഡിയ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് അല്ലേ, നമ്മൾ മൈക്രോ SD ഒക്കെ നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ കേസിലൊക്കെ അല്ലേ. USBs ഒക്കെ അതൊക്കെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡ്വെയർ സപ്പോർട്ട്സ് ഉണ്ട്. ജാവ സപ്പോർട്ട്. വൈൽ മോസ്റ്റ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ആർ റിട്ടൺ ഇൻ ജാവയിലാണ് നമുക്കറിയാം ആൻഡ്രോയിഡിലുള്ള മോസ്റ്റ് അപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നത് നമ്മൾ ജാവ യൂസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ജാവ സപ്പോർട്ട് ആൻഡ്രോയിഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്സെറ്റ് ലേഔട്ട്. Platform work for various screen size from smartphone sizes and tablet size and cannot connect to an external screen അല്ലേ. ഹാൻഡ്സെറ്റ് ലേഔട്ട്സിന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓരോ ലേഔട്ട്സിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ഹാൻഡ്സെറ്റ്സിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ചിട്ടായിരിക്കും അതിലുള്ള ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സൈസിൻ്റെ ടാബ്ലറ്റ്സിൻ്റെ സ്ക്രീൻ സൈസൊക്കെ അല്ലേ അത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് വരും എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ സ്റ്റോറേജ് മറ്റൊരു ഫീച്ചറാണ്. SQLite ആണ്. അതുപോലെ ലൈറ്റ് വെയ്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് ഈസ് യൂസ്ഡ് ടു ഡാറ്റ സ്റ്റോറേജ് പർപ്പസ്.
ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത് SQLite ആണ്. എന്തിന് ഡാറ്റാബേസിന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡാറ്റാബേസ് ഒരു നമ്മളുടെ MySQL പോലുള്ള മറ്റൊരു ഡാറ്റാബേസ് ആണ് SQLite. സോ അതാണ് നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇതിൽ ഓരോ ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓരോ പോർഷൻസിനെ കുറിച്ചിട്ടും ജാവ API ഫ്രെയിംവർക്ക്, നാറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ, അതുപോലെ തന്നെ ലിനക്സ് കേർണൽ, ഇതിൻ്റെ ഓരോ പോർഷൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കുറച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എല്ലാ ഒരു പോർഷൻസിനെ കുറിച്ചിട്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡിൻ്റെ ഒരു കേസ് സ്റ്റഡീസിൽ നമ്മൾ നോക്കുന്നത്.